ഹായ്, ഞാൻ ഫാത്തിമ. ഇന്ന് നമുക്കിവിടെ ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ? അതും കുറുകുറുത്ത കടലക്കറി. പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ തിന്നാൻ പറ്റിയ അടിപൊളി കുറുകുറുത്ത കടലക്കറി. വായോ, വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ട് ഞാൻ തലേന്നേ കടല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്. അതും ഒന്ന് തോല കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളകും, പിന്നെ വേണ്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി, അതൊന്ന് ചതച്ച് അതും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈവച്ചൊന്ന് ഇളക്കി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കല്. അധികം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൂകിപ്പോവും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കടല വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് കടലയൊന്ന് വേവിച്ചെടുക്കാം. സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് അധികം നമുക്ക് വിസിൽ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. ആ സമയം കൊണ്ട് അപ്പുറത്ത് ഗ്യാസിലേക്ക് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഇതിലേക്കാണ് നമ്മൾ മസാല ആഡ് ചെയ്യേണ്ടുള്ളത്. മസാല ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ അതാണ് മിക്സിയുടെ ജാറിലിട്ട് വഴറ്റി ഒന്ന് നമ്മൾ ആ കടലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് അതാണ് ഇതിനകത്ത് ടേസ്റ്റും കൂട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു അരപ്പ് രൂപത്തിലായി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ ഒരു അരപ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കണം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക് ആ സമയം കൊണ്ട് കുക്കറിൽ കടല വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ ഉള്ളിയും ആ തക്കാളിയും ആ പച്ചമുളകും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ കടല അധികം വെന്തും പോയിട്ടില്ല. കടല ആവശ്യത്തിന് വെന്തോളൂ. ഈ ഒരു പരുവത്തിന് വേണം കടല കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരുപാടങ്ങ് കുഴഞ്ഞു പോയാലും കൊള്ളത്തില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. അതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു തിള വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇത്. എന്നിട്ട് നമുക്ക് കടുക് വറുത്തൊഴിക്കണം. അതിനായിട്ട് നമ്മൾ ഉള്ളി ഇതിനകത്ത് ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെ ഉള്ളി ഇടേണ്ട. വറ്റൽമുളകും കടുവും കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് ഒന്ന് താളിച്ചെടുക്കാം. കടുക് വറുത്തൊഴിക്കാം. അല്ലാതെ ഉള്ളി ഇട്ട് വറുക്കണ്ട. നമുക്ക് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അതിട്ട് നമുക്കൊന്ന് വറുത്ത് ആ തേങ്ങ വറുത്ത് ഇട്ട് കൊടുത്താലും മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കുറുകുറുത്ത കടലക്കറിയാണ്.